സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 30-ലേറെ പേർ ചികിത്സയിൽ. ഞായറാഴ്ച മാത്രം സംസ്ഥാനത്ത് 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ 108 പേരുടെ രോഗമാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മരണം റിപ്പോർട്ട് ചെയ്തു. 1.5 മാസത്തിനിടെ 61 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ അത് തെക്കൻ ജില്ലകളിലും ചികിത്സയിൽ കഴിയുന്ന ആളുകൾ കൂടുതലായി വരുന്നുണ്ടല്ലോ. നിലവിലെ സാഹചര്യം എന്താണ്? ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്? പ്രതീഷ്. ഉന്മേഷ, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം തെക്കൻ ജില്ലകളിൽ കൂടുകയാണ്. ഓരോ ദിവസവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക ഇപ്പോഴും തുടരുന്നു. ഒപ്പം ഈ മരണനിരക്കിലും വർധനവ് ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കഴിഞ്ഞ ഞായറാഴ്ച മാത്രം 4 പേർക്കാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. 30ഓളം ആക്റ്റീവ് കേസുകൾ നിലവിൽ ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉൾപ്പെടെ ഇപ്പോഴും പലരും ചികിത്സയിൽ തുടരുന്നുണ്ട്. ഈ അടുത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു യുവതി മരിച്ചിരുന്നു. 15 ദിവസത്തിനിടെ നിരവധി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചെറിയ കാലയളവിൽ തന്നെ ഇത്രത്തോളം അധികം ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് പോലും ഇതാദ്യമായാണ്. 24 മരണമാണ് സംസ്ഥാനത്താകെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1.5 മാസത്തിനിടെ 61 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 15 മരണം 1.5 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം പലർക്കും അതൊരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ക്ലോറിനേഷനാണ് പ്രധാനമായും ഒരു പ്രതിരോധമായ ആരോഗ്യവകുപ്പ് പറയുന്നത്. മലിനജലങ്ങളിൽ ഇറങ്ങാതിരിക്കാനുള്ള നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ കൂടുതൽ രോഗികളും തെക്കൻ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവർക്ക് വേണ്ട എല്ലാ ചികിത്സാ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ ആശുപത്രി അധികൃതർക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഉന്മേഷ. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.